ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ഇമേജ് ജനറേഷൻ ടൂള് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് കറൻ്റ്ലി നമ്മളിപ്പം കണ്ടതിലുള്ള എല്ലാത്തിലും വെച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റേവ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനിയുടെ കാര്യമാണ്. അപ്പം അവരുടെ ഒരു ഇമേജ് ജനറേഷൻ ടൂൾ എത്തിയിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ സോഴ്സ് സാധനമല്ല, ക്ലോസ്ഡ് ആണ് സോഴ്സ്. അവരെ മോഡലിനെ വിളിക്കുന്നത് ഹാഫ് മൂൺ എന്നാണ്. അപ്പം റേവിൻ്റെ ഹാഫ് മൂൺ എന്ന് പറഞ്ഞ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അന്യായ ക്വാളിറ്റിയിലുള്ള ഇമേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുവരെ ഉള്ളത് വെച്ച് കൈൻഡ് ഓഫ് ദ ന്യൂ കിങ് എന്ന് വേണം നമുക്ക് പറയാം റേവിനെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പോൺസർ ഉണ്ട്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് ഗ്രാനീസ് കാർട്ടാണ്. ഗ്രാനീസ് കാർട്ട് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്പൈസ് ഡീലേഴ്സാണ്. അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കും. അതായത് അവർ കാഡമം, ബ്ലാക്ക് പെപ്പർ, ക്ലോവ്, സിനമൺ, നട്ട്ബഗ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ബേസിക്കലി സെല് ചെയ്യുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും ഓൺലൈനായിട്ട് ഡെലിവറി അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി കാഡമും ഐറ്റമും തൊട്ട് അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിൻ്റെയും ഹൈ ക്വാളിറ്റി വേരിയൻസ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് www.graniscart.com പോയി ഓർഡർ ചെയ്യാം. അതിൽ നിന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ 9400079469 കോൾ ചെയ്തും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഓൾസോ വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സ്പൈസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് അവർ ഡെലിവർ ചെയ്യും. ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടി URL preview.rev.art എന്നാണ്. rev.art പോയാലും അത് നേരെ റീഡയറക്റ്റ് ചെയ്ത് പ്രിവ്യൂലോട്ട് എത്തും. ഇപ്പോൾ പ്രിവ്യൂ ഇതായതുകൊണ്ട് ഇവർ ന്യൂ ആയിട്ട് സൈനപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു 100 ഇമേജ് ജനറേഷൻ പ്ലസ് ഡെയിലി ഒരു 20 എക്സ്ട്രാ ഇമേജ് ജനറേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ധാരാളമാണ് കേട്ടോ. അപ്പം ഡയറക്റ്റ്ലി പോവുക, സൈനപ്പ് ചെയ്യുക, ഗൂഗിളോ ആപ്പിലോ വാട്ട് എവർ യു വാണ്ട് ചൂസ് ചെയ്യുക. ഞാനിപ്പം എൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സകല ഇമേജും ഇവരുടെ ഹോം പേജിൽ കാണുന്ന സകല സാധനവും റെവ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഹൈലി റിയലിസ്റ്റിക് ഇമേജാണ് റെവ് ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്നത്. അന്യായം വെച്ച് കഴിഞ്ഞാൽ അന്യായം. നമുക്കിപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ റെവിൽ നിങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ അല്ലെ സൈസ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം, ഏത് റേഷ്യോയിൽ വേണമെന്നുള്ളത്. 4 ഇമേജ് വരെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് മതി, എങ്കിൽ ജസ്റ്റ് സെലക്ട് വൺ. എൻഹാൻസ് ഓൺ ഈസ് ബേസിക്കലി നിങ്ങളിപ്പോൾ ലെറ്റ്സ് ഒരു ചെറിയൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്ന് വെച്ചു. ആ പ്രോംപ്റ്റ് ഇവർ എൻഹാൻസ് ചെയ്തിട്ട് അതിനൊരു ഡീറ്റെയിൽഡ് വേയിലാക്കിയിട്ട് യൂസ് ചെയ്യും. അപ്പം എൻഹാൻസ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബേസിക്കലി അത് നടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ വാട്ട് എവർ യുവർ പ്രോംപ്റ്റ് ഈസ് അത് യൂസ് ചെയ്യും. ഓട്ടോ ബേസിക്കലി ഇതിൻ്റെ സീഡിൻ്റെ ഇതിന് വേണ്ടിയാണ്. സീഡ് ഈസ് ബേസിക്കലി ഓരോന്നിനുള്ള യൂണിക് ജനറേഷൻ ID പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്നാ പറഞ്ഞത് എൻഹാൻസ് ചെയ്യാതെ നോക്കാം. അപ്പം എ സിനിമാറ്റിക് വ്യൂ ഓഫ് എ ഫൈറ്റ് ബിറ്റ്വീൻ എ വില്ലൻ ആൻഡ് ഹീറോ. വില്ലൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നോ? ഇല്ലല്ലോ. ആൻഡ് ഹീറോ ഇൻ എ മലയാളം ഇൻ എ വില്ലേജ്. ഓക്കെ, ഇതാണ് എൻ്റെ പ്രോംപ്റ്റ്. നമുക്ക് നോക്കാം. എൻഹാൻസ് ഓൺ ചെയ്തേക്കുവാണ്. ഞാനത് സെൻഡ് ചെയ്യുകയാണ്. ഒരു 4-5 സെക്കൻഡ് എടുക്കും. നിങ്ങൾക്കിപ്പം കാണാൻ തോന്നുന്നു. ഇതാണ് ബേസിക്കലി റെവ് ഇപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന സംഭവം. ഏകദേശം ആ ഒരു ടോണൊക്കെ വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാം. ഇനി ഇതിൽ കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ ആ ഇമേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റിന് നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം കാണാം, ഞാൻ ആകെ ടൈപ്പ് ചെയ്തത് 2 സെൻറ്റൻസ് ആയിരുന്നു. എൻഹാൻസ് ഓൺ ആയിരുന്നുകൊണ്ട് അതിനെ ഇങ്ങനെ ഇവർ എൻഹാൻസ് ചെയ്ത് ആ പ്രോംപ്റ്റ് ഹൈ ലെവലാക്കി. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇൻസ്ട്രക്ട് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഇൻസ്ട്രക്റ്റിൽ നിങ്ങൾക്ക് ബേസിക്കലി വന്നിട്ട് ഇതിന് വേണ്ട എന്ത് ചേഞ്ച് നിങ്ങൾക്ക് വേറെ വേണമെന്ന് പറഞ്ഞാൽ അതത് ചെയ്യും. ഞാൻ വേറൊരു കാര്യം പറയാം. മേക്ക് ഇറ്റ് ഹാപ്പൻ ഇൻ ഡേ ലൈറ്റ് ഇൻ ദ മോർണിംഗ്, മേ ബി during noon time with lot of cars in the background. നമുക്ക് ഇതങ്ങനെ വരുമെന്ന് നോക്കാം. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പം കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു
പഴയ കേരളത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ പോലെയൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞ ഇമേജിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. വില്ലനും മറ്റേ ആളും ബാക്കിയുള്ള വണ്ടികളും ഓടിട്ട വീടുകളും നമ്മളുടെ ഒറിജിനൽ ഓട്ടോയും സകല സാധന സംഭവത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് റെവ്. റെവിനെ നിങ്ങൾക്ക് ഇതിന് മാത്രമല്ല യൂസ് ചെയ്യാൻ ഒക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് 9:16 ആസ്പെക്ട് റേഷ്യോയിൽ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒക്കും. അന്യായ സെറ്റപ്പായിട്ട് പോസ്റ്റേഴ്സും റെവ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ വേറൊരു മെയിൻ റെവിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ടൈപ്പോഗ്രഫി ചെയ്ത് എന്താ പറയുക അഡിയർ ചെയ്യും. എന്തൊക്കെയാണോ അത് കറക്റ്റായിട്ട് എന്താ പറയുക അത് എഴുതി കാണിക്കും. ഓൾമോസ്റ്റ് എല്ലാ കേസിലും അത് അങ്ങനെ തന്നെ എഴുതി കാണിക്കാൻ റെവ് നോക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ പറയാം. Had a man holding a placard with text അടിക്കടാ അവനെ in very ബ്രാക്കറ്റ് കൊടുക്കാതെ very bold big text. ഓക്കെ, ഇതെങ്ങനെ വരുന്നുള്ളത് നമുക്ക് നോക്കാം. ആസ്പെക്ട് റേഷ്യോ മറ്റേതിടേണ്ടി കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ തന്നെ ജനറേറ്റ് ചെയ്യാം. ഈ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് അതാണ്ട് അടിക്കിടാവനെ എന്നുള്ളത് അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് മാറ്റി 4:3 ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അതാണ്ട് ചെറിയൊരു വിഷയം നിങ്ങൾക്ക് കാണാം. കാര്യം അത് ഫ്രണ്ടിലെ വ്യൂ നല്ല നിങ്ങൾക്ക് കാണുന്നതിൻ്റെ കൂടെ തോന്നുന്നത്. അത് നമുക്ക് എന്നാ പറഞ്ഞ റെവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ റെവ് സെറ്റ് ചെയ്യുക. ഇതിലെ മെയിൻ കാര്യം നിങ്ങൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഉണ്ടല്ലോ പ്ലക്കാർഡിൽ വേണമെന്ന് പറഞ്ഞ് അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ റെവ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം റെവ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു സംഭവമാണ്. ഈ റെവിനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താന്നുള്ളേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.